ആധുനിക യുദ്ധതന്ത്രങ്ങളിലും പരിമിത പോരാട്ടങ്ങളിലും ഭൂരിഭാഗവും അനുവർത്തിക്കപ്പെടുന്ന നിലവിലെ പ്രഹരപ്രയോഗങ്ങളിൽ പ്രതിരോധശേഷിയുള്ളതും മാരകശേഷിയുള്ളതുമായ അതിനൂതന നശീകരണായുധങ്ങൾക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരം സംവിധാനങ്ങളിലെ വേറിട്ടൊരു സൃഷ്ടിയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ബല്ലിസ്റ്റിക് മിസൈലുകൾ ഇല്ലാതെ തന്നെ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഏതൊരു അതിശക്ത ഭൂഗർഭ കേന്ദ്രങ്ങളെയും അവരുടെ നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രങ്ങളെയും നിഷ്കരണം തച്ചു തകർക്കാൻ ഈ പാതാള നശീകരണ ബോംബുകൾക്ക് കഴിവുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ 2025 ജൂൺ 22-ന് ഇറാനിലെ ഫോർദോ ഭൂഗർഭ ആണവ കേന്ദ്രത്തിന് മേൽ അമേരിക്കൻ B2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇത്തരം ബോംബുകൾ വർഷിച്ചത് തന്നെയാണ് സമീപകാലത്ത് ഇവയെപ്പറ്റിയുണ്ടായ ഏറ്റവും പുതിയൊരു ഉദാഹരണവും. തൽഫലമായി ഈ സംഭവവികാസങ്ങൾ പ്രസ്തുത ആയുധങ്ങളെക്കുറിച്ചുള്ള ഒട്ടനേകം ചർച്ചകൾക്ക് ആഗോള മാധ്യമങ്ങളിൽ തുടക്കമിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയടക്കമുള്ള ഇതര മഹാശക്തികൾ പ്രസ്തുത ബങ്കർ ബസ്റ്റർ വെപ്പണുകളുടെ വികസനത്തിൽ തങ്ങളുടെ ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഈ വിധമുള്ള ഇന്ത്യയുടെ അഗ്നി 5 പാതാള നശീകരണ ആയുധത്തെപ്പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം രാജ്യത്തിന്റെ തന്ത്രപ്രധാന മിസൈൽ ശേഖരത്തിലെ പ്രധാനിയായി കണക്കാക്കപ്പെടുന്ന ഈ മാരക മിസൈലിന്റെ പുതിയ ബങ്കർ ബസ്റ്റർ വകഭേദം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് എങ്ങനെ ഒരു മുതൽക്കൂട്ടാവുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഇന്ത്യയുടെ അഗ്നി 5 മിസൈൽ വികസന ചരിത്രം. 1980-കളിൽ തുടക്കമിട്ട ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്ടിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ് മധ്യദൂരം മുതൽ ദീർഘദൂരം വരെ സഞ്ചരിക്കാൻ കഴിയുന്ന അഗ്നി മിസൈൽ പരമ്പര. ഇന്ത്യയുടെ ദേശീയ ആയുധ ഗവേഷണ ലാബായ DRDO നിർമ്മിച്ച ഈ മിസൈലുകൾ രാജ്യപ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഷോർട്ട് റേഞ്ച് മിസൈലുകളായ അഗ്നി 1, അഗ്നി 2, ലോങ് റേഞ്ച് മിസൈലുകളായ അഗ്നി 3, അഗ്നി 4, ഇന്റർകോണ്ടിനെന്റൽ മിസൈലായ അഗ്നി 5 വരെ ഈ പരമ്പരയിൽ ഉൾപ്പെടുന്നു. പ്രസ്തുത മിസൈലുകൾ എല്ലാം തന്നെ അതിൻ്റെ പ്രഹരപരിധിയിലും ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയിലും പ്രയോഗ സാങ്കേതിക വിദ്യയിലും ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ് എന്നുള്ളതും ഇവയെ ഇന്ത്യൻ മിസൈൽ ശ്രേണികളിലെ പ്രധാനികൾ ആക്കി മാറ്റുന്നു. 4000 കിലോഗ്രാം ഭാരമുള്ള ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ വാർഹെഡുകളുമായി ഏകദേശം 5000 കിലോമീറ്ററിലധികം പറക്കാൻ കഴിയുന്ന വലിയൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്നതുകൊണ്ട് തന്നെ ഈ മിസൈലിൻ്റെ വികസന പൂർത്തീകരണം ശീതയുദ്ധകാലം മുതൽക്കേ ഇത്തരം ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ലോകത്തിലെ 5 പ്രമുഖ മഹാശക്തികളുടെ ഒരു സവിശേഷ പട്ടികയിലേക്കാണ് ഇന്ത്യയെ എത്തിച്ചത്. ശത്രുവിൻ്റെ സുശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ ഒന്നിലധികം ഭൗതിക ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും അഗ്നി 5-ന് കഴിവുണ്ട്. തൽഫലമായി സംഭവ്യമാവുന്ന ഏതൊരു യുദ്ധ സാഹചര്യത്തിലും അത് ആണവമോ ആണവേതരമോ ആയാൽ പോലും വൈരികളുടെ തന്ത്രപ്രധാന സ്ഥാനങ്ങൾക്ക് മേൽ ഒരു അചിന്തനീയ ആക്രമണം നടത്താൻ ഈ മിസൈൽ ഇന്ത്യയെ സഹായിക്കുന്നു. ഇന്ത്യയുടെ അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ സവിശേഷതകളും ശേഷികളും. 2025 ജൂണിൽ ചില ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രീമിയർ വെപ്പൺ ലാബായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO അഗ്നി 5 മിസൈലിന് ഒരു പുതിയ പതിപ്പ് വികസിപ്പിക്കുന്നു എന്നാണ് വിവരം. മണ്ണിനടിയിൽ ഉദ്ദേശം 18 മീറ്റർ കനത്തിൽ പണിതീർക്കപ്പെട്ട കോൺക്രീറ്റ് അറകളെ പോലും തച്ചു തകർക്കാൻ ശേഷിയുള്ള ഒരു ബങ്കർ ബസ്റ്റർ വാർഹെഡ് ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക എന്നാണ് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും. ന്യൂക്ലിയർ പേലോഡുകൾ വഹിക്കുന്ന സാധാരണ അഗ്നി 5-നെ അപേക്ഷിച്ച് ഈ ന്യൂ വെർഷനിൽ ഉദ്ദേശം 7500 കിലോഗ്രാം ഭാരമുള്ള വലിയൊരു നോൺ ന്യൂക്ലിയർ പേലോഡായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലുള്ള ഒരു പ്രഹരപ്രയോഗമായിരിക്കും ഈ മിസൈൽ പ്രദാനം ചെയ്യുന്നത്. തന്മൂലം ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ അനേകമടി താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, മിസൈൽ സൈലോകൾ, മറ്റ് സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെ മുച്ചൂട് നശിപ്പിക്കാൻ അഗ്നി 5-ന് കഴിയും. നിലവിൽ ലോകത്തുള്ള ഈ വിധത്തിലെ ഏക ബോംബ് 100 മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ തുളഞ്ഞു കയറി പൊട്ടിത്തെറിക്കാൻ പ്രാപ്തിയുള്ള അമേരിക്കൻ GBU-57 എന്ന മാസീവ് ഓർഡൻസ് പെനിട്രേറ്റഡ് ആണ് എന്നിരിക്കെ അഗ്നി 5-ന്റെ പുതിയ ബങ്കർ ബസ്റ്റർ വകഭേദത്തിന് ഇതിനേക്കാൾ കൂടുതൽ ഡ്രില്ലിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എതിരാളികളുടെ എയർ ഡിഫൻസ് യൂണിറ്റുകളെ കബളിപ്പിച്ച് മാക്ക് 8 മുതൽ മാക്ക് 20 വരെയുള്ള ഒരു ഹൈപ്പർസോണിക് വേഗതയിൽ പറക്കുന്ന ഈ മിസൈലിന് കൂടുതൽ ഭാരമുള്ള പോർമുന വഹിക്കേണ്ടതുള്ളതിനാൽ കുറഞ്ഞത് 2500 കിലോമീറ്റർ ആയിരിക്കും ഇതിന് ദൂരപരിധിയായി ഉണ്ടായിരിക്കുക. തൽഫലമായി ബോംബർ വിമാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ കൂടുതൽ ഭാരമുള്ള വാർഹെഡുകൾ ശത്രു ലക്ഷ്യങ്ങൾക്ക് മേൽ നിക്ഷേപിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ചെലവ് കുറഞ്ഞ ഒരു മിസൈൽ അധിഷ്ഠിത വിക്ഷേപണ സജ്ജീകരണമായതുകൊണ്ട് തന്നെ അതിനൂതനമായ ഈ വ്യോമായുധം ഉപയോഗിച്ച് ഒന്നിലധികം ശത്രുസ്ഥാനങ്ങളെ ഒരേ സമയം ഉന്നമിടാൻ ന്യൂഡൽഹിക്കാവൂ. ഇന്ത്യയുടെ അഗ്നി 5 മിസൈൽ തന്ത്രപരമായ പ്രാധാന്യം.
അതിശക്തമായ ഒരു ബങ്കർ ബസ്റ്ററായി പ്രവർത്തിക്കാൻ കഴിവുള്ള പുതിയ അഗ്നി 5 മിസൈലിന്റെ വികസനം നാളിതുവരെയുള്ള ഇന്ത്യൻ പ്രതിരോധ നയത്തിൽ വളരെ വലിയൊരു മാറ്റമായിരിക്കും വരുത്തുക എന്നാണ് ആഗോള സുരക്ഷാ വിദഗ്ധരുടെ കണ്ടെത്തൽ. ഇത് തങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ ഒരു സൈനിക മേൽക്കോയ്മ നൽകുന്നതിനൊപ്പം പല തലങ്ങളിലേക്കുള്ള ഒട്ടനേകം തന്ത്രപരമായ പ്രാധാന്യങ്ങളും രാജ്യത്തിന് നൽകുന്നുവെന്ന് ഇവർ നിരീക്ഷിക്കുന്നു. ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ ഇന്ത്യയുടെ ചിരവൈരികൾ അവരുടെ നിരവധി സൈനിക ആണവ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. കൂറ്റൻ മലമടക്കുകൾക്കും വിശാല മരുഭൂമികൾക്കും താഴെ അനേകം മീറ്റർ ആഴത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഭൂഗർഭ അറകളെ നശിപ്പിക്കാൻ ചെറു പേലോഡുകൾ പേറുന്ന സാധാരണ കൺവെൻഷണൽ മിസൈലുകൾക്ക് പരിമിതിയുള്ളതിനാൽ ന്യൂക്ലിയർ, നോൺ ന്യൂക്ലിയർ അടക്കമുള്ള വമ്പൻ പേലോഡുകളെ വഹിക്കുന്ന അഗ്നി 5നെ ഇന്ത്യക്ക് ഇത്തരം പ്രഹരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല, നിലവിൽ നോ ഫസ്റ്റ് യൂസ് അഥവാ ആദ്യം പ്രയോഗിക്കില്ല എന്നൊരു ആണവ നയം പിന്തുടരുന്ന ന്യൂഡൽഹിക്ക് തങ്ങൾക്കെതിരെ ഒരു ആണവാക്രമണം ഉണ്ടായാൽ ശക്തമായ ഒരു ദ്രുത പ്രതികരണം ഉറപ്പാക്കുക എന്ന പ്രഖ്യാപിത സിദ്ധാന്തമാണ് ഉള്ളത്. എന്നാൽ സ്വന്തം ആവനാഴിയിലേക്ക് ഈ വിധമുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകളുടെ ഒരു കടന്നുവരവ് ക്രെഡിബിൾ കൗണ്ടർ ഫോഴ്സ് എന്നതിലേക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നു. അതായത് എതിരാളിയുടെ അണ്വായുധ ഭീഷണിക്ക് മുൻപേ തന്നെ അവരുടെ നിർണായക സൈനികേതര ലക്ഷ്യങ്ങളെ മുൻകൂട്ടി നിർവീര്യമാക്കാനുള്ള ഒരു അവർണ്ണനീയമായ കരുത്ത് രാജ്യം നേടുമെന്നർത്ഥം. അതിനുമപ്പുറം ആഭ്യന്തരമായി ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ദേശീയ ശ്രമങ്ങൾ ക്രിട്ടിക്കൽ ഡിഫൻസ് ടെക്നോളജി ഫീൽഡിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നു. തന്മൂലം ഈയൊരു ആവശ്യങ്ങൾക്കായി മറ്റു രാഷ്ട്രങ്ങളോട് വിധേയപ്പെട്ടു നിൽക്കാതെയുള്ള ഒരു സുരക്ഷാ തയ്യാറെടുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ന്യൂഡൽഹിക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത സാഹചര്യം ഈ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയിൽ വലിയ സ്വാധീനമായിരിക്കും ചെലുത്തുന്നത്. ഇന്ത്യയുടെ അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ ഭാവി സാധ്യതകൾ. ഇന്ത്യയുടെ ആയുധ വികസന രംഗത്തിന് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിക്കാനിടയുള്ള ഈ അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ പദ്ധതി വിജയത്തിലെത്തിയാൽ അത് രാജ്യത്തിൻ്റെ മിസൈൽ ടെക്നോളജിയിൽ, പ്രത്യേകിച്ച് ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിൽ പുതുമാറ്റങ്ങൾക്കായിരിക്കും തുടക്കമിടുക. പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഈ മിസൈലിൻ്റെ 2 പരിഷ്കൃത പതിപ്പുകളാണ് DRDO വികസിപ്പിക്കുന്നത്. വായുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് ശത്രുവിൻ്റെ ഉപരിതല ലക്ഷ്യങ്ങളിൽ പരമാവധി നാശം വരുത്തുന്ന എയർബസ്റ്റ് മിസൈലാണ് ഒന്നാമത്തേത്. എങ്കിൽ ഭൂമിക്കടിയിലെ ഉറപ്പുള്ള ബങ്കറുകളിലേക്ക് തുളഞ്ഞുകയറി പൊട്ടിത്തെറിച്ച് അവിടെ പരമാവധി നാശം വരുത്തുന്ന ഡീപ് പെനിട്രേഷൻ മിസൈലാണ് രണ്ടാമത്തേതായി ഈ വകഭേദങ്ങളിലുള്ളത്. സമീപഭാവിയിൽ അടുത്ത തലമുറയിലേക്ക് കൂടി ഇവയുടെ നവീകരണം സാധ്യമാണെന്നതിനാൽ കൂടുതൽ മാരകമായ ബങ്കർ ബസ്റ്റർ മിസൈലുകളുടെ നിർമ്മാണത്തിനും ഈ മുന്നേറ്റം ഇന്ത്യയെ പ്രാപ്തമാക്കും. ഹൈപ്പർസോണിക് ടെക്നോളജികൾ നേടുന്ന ഗവേഷണ പുരോഗതിയും അതിലൂടെ രാജ്യത്തിന് കൈവരുന്ന സാങ്കേതിക മികവും ഈ മേഖലയിൽ കൂടുതൽ സ്വയം പര്യാപ്തമാവാൻ ന്യൂഡൽഹിക്ക് സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഈ അനുകൂല സാഹചര്യം കണിശമായ കൃത്യതയും അത്യധികം നശീകരണ ശേഷിയുമുള്ള ആധുനിക വ്യോമായുധങ്ങളുടെ വർദ്ധിത സൃഷ്ടിയിലേക്കും വരും കാലങ്ങളിൽ ഇന്ത്യയെ നയിച്ചേക്കാം എന്നുള്ളതാണ് വസ്തുത. തൽഫലമായി ഇന്ത്യൻ യുദ്ധോപകരണ നിർമ്മാണ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കരുതപ്പെടുന്ന ഈ അഗ്നി 5 മിസൈലിന്റെ വികസനം കേവലം ഒരു പ്രകടന പ്രദർശനത്തിനപ്പുറം രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിനും സൈനിക തന്ത്രങ്ങളിലും ഒരു പുതിയ ദിശ രേഖപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ നിർമ്മാണം നാളിതുവരെയായി രാജ്യത്ത് വികസിക്കപ്പെട്ടിരിക്കുന്ന തന്ത്രപ്രധാന ആയുധ ഗവേഷണ മേഖലയിലെ ഒരു ശ്രദ്ധേയ നേട്ടമായിട്ടാണ് രാജ്യാന്തര പ്രതിരോധ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. വർദ്ധിതമായ ഭാരം മൂലം അമേരിക്കൻ നിർമ്മിത നോർത്രോപ്പ് B2 സ്പിരിറ്റ് പോലുള്ള പടുകൂട്ടൻ ബോംബർ വിമാനങ്ങളും റഷ്യൻ നിർമ്മിത ട്യൂപ്പലോവ് 160 വിമാനങ്ങളിലുമാണ് ഇത്തരം ബങ്കർ ബസ്റ്റർ വെപ്പണുകൾ ശത്രുസ്ഥാനങ്ങളിൽ വിക്ഷേപിക്കുന്നത് എന്നിരിക്കെ ചെലവ് കുറഞ്ഞ ഈ മിസൈൽ വികസനം ഇന്ത്യക്ക് വളരെയധികം സൈനിക മുൻതൂക്കം നൽകുന്നുവെന്നാണ് ഇവരുടെ നിരീക്ഷണം. തൽഫലമായി വൈരികളുടെ ഏറ്റവും സുരക്ഷിതമായ ഭൂഗർഭ ലക്ഷ്യങ്ങളെ പോലും അതിവിദൂരതയിൽ നിന്നുകൊണ്ട് ഫലപ്രദമായി തകർക്കാനും അവരുടെ ന്യൂക്ലിയർ, നോൺ ന്യൂക്ലിയർ അണ്ടർഗ്രൗണ്ട് സ്റ്റോറുകളെ മുൻകൂട്ടി നിർവീര്യമാക്കാനും അഗ്നി 5 ഹൈ പെനിട്രേഷൻ മിസൈൽ പ്രയോഗത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കുമെന്നും പ്രസ്തുത മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഈ ദ്രുത മുന്നേറ്റം ആഗോള മഹാശക്തികൾക്കിടയിൽ തങ്ങളുടെ ശാക്തിക സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതിനും ഇതുവഴി സ്വന്തം പരമാധികാരവും സുരക്ഷയും അധികമായി സംരക്ഷിക്കുന്നതിനും ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുതയും. തൽഫലമായി ന്യൂഡൽഹിയുടെ തന്ത്രപരമായ കഴിവുകൾക്ക് ഒരു പുതുമാനം നൽകുന്ന ഈ മിസൈൽ ഭാവിയിൽ ഇന്ത്യക്ക് സംഭവ്യമായേക്കാവുന്ന എല്ലാവിധ സൈനിക ഭീഷണികളെയും നേരിടുന്നതിൽ വളരെ നിർണായകമായൊരു പങ്കാണ് വഹിക്കുന്നത്. ജയ് ഹിന്ദ്. ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.